ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന വളരെയേറെ ഡെലിഷ്യസ് ആയിട്ടുള്ള ഒരു പുഡിംഗ് ആയിട്ടാണ്. വളരെ വെറൈറ്റിയും സ്പെഷ്യലും ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീം ബ്രെഡ് പുഡിംഗ് ആണ് കേട്ടോ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ ഫേസ്ബുക്കിലൂടെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യണേ. ഒപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. പുഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ അത്യാവശ്യം നന്നായി പഴുത്തിട്ടുള്ള 3 മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. ഞാനിത് കഴുകി തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഈ മാങ്ങ കഷ്ണങ്ങളെല്ലാം ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഇത് മാങ്ങയൊക്കെ പാകത്തിന് കുക്കായിട്ട് ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം, എന്നിട്ട് ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കാം. ഇതിൻ്റെ ചൂടൊക്കെ അത്യാവശ്യം ഒന്ന് പോയിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സർ വലിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ 1.5 ഗ്ലാസ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഇനി ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ളൊരു 1/2 ഗ്ലാസ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്ത് വരാം. ഇപ്പോൾ ഇത് നല്ല പെർഫെക്റ്റായി തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാംഗോ ജ്യൂസ് മുഴുവനായിട്ടും ഈ ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒട്ടും കട്ടിയൊന്നും പിടിക്കാതെ നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നമ്മുടെ മാംഗോ ജ്യൂസ് കണ്ടാൽ നല്ലൊരു പാകത്തിനുള്ള തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ആക്കാം, എന്നിട്ട് ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ടൊന്ന് പോകട്ടെ. ഇപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ നന്നായി പോയിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഇത് അടച്ചു വയ്ക്കാം. ഇനി ഇതൊരു 5 hours സെറ്റ് ആവാൻ വേണ്ടിയിട്ടൊന്ന് ഫ്രീസറിൽ വെക്കുകയാണ്. ഇപ്പോൾ ഇത് 5 hours ആയിട്ടുണ്ട്. നോക്കിയാൽ നമ്മുടെ ഐസ്ക്രീം നല്ല പെർഫെക്റ്റായി തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഹെൽത്തിയും ടേസ്റ്റും ആയിട്ടുള്ള മാംഗോ ഐസ്ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. ഇനി നമുക്ക് പുഡിംഗ് സെറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് ബൗളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ലെയറിൽ നമുക്ക് കുറച്ച് മാംഗോ ഐസ്ക്രീം ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മേലേക്ക് 2 പീസ് ബ്രെഡ് വെച്ച് കൊടുക്കാം. ശേഷം വീണ്ടും മാംഗോ ഐസ്ക്രീം നിരത്തി കൊടുക്കാം. ഇനി വീണ്ടും ഇതിൻ്റെ മേലേക്ക് നമ്മൾ മുമ്പ് ചെയ്ത പോലെ ഒരു 3 ടേബിൾ സ്പൂൺ ബൂസ്റ്റ് ഒന്ന് വിതറി കൊടുക്കാം. ഇനി ഒരു ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് കുറച്ച് ചോക്ലേറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൂടി ഇതിൻ്റെ മേലേക്ക് വെച്ച് കൊടുക്കുവാണ്. ബാലൻസ് ഉള്ള കുറച്ച് മാംഗോ ഐസ്ക്രീം ഉണ്ട്, അത് ഇതിൻ്റെ മേലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു 1 hour സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീസറിൽ വെക്കാം. ഇപ്പോൾ ഇതാ 1 hour ആയിട്ടുണ്ട്. ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള മാംഗോ ഐസ്ക്രീം ബ്രെഡ് പുഡിംഗ് റെഡി. നോക്കിയേ, കാണുമ്പോൾ തന്നെ കൊതി വരുന്നില്ലേ? എത്ര കഴിച്ചാലും മതി വരാത്തൊരു വെറൈറ്റി ആൻഡ് സ്പെഷ്യൽ പുഡിംഗ് ആണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. എല്ലാവർക്കും എൻ്റെ വെറൈറ്റി ആൻഡ് ടേസ്റ്റി മാംഗോ ഐസ്ക്രീം ബ്രെഡ് പുഡിംഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ ബൈ.